ശ്രീ വസന്ത് തെങ്ങുംപള്ളി കൂടി നമുക്കൊപ്പം ചേരുന്നു, കോൺഗ്രസ് പ്രതിനിധി. ഞാൻ വസന്തിലേക്ക് വസന്ത് തെങ്ങുംപള്ളി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വസന്ത്, ഇവിടെ ഇപ്പോൾ വലിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ആലപ്പുഴയിലെ മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുകയും അത് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. SIT രൂപീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയിരുന്ന വകുപ്പാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിരുത്തലിൻ്റെ സൂചനയാണ് ആഭ്യന്തര മന്ത്രി മുന്നോട്ട് വെക്കുന്നത്. താങ്കളെപ്പോലെയുള്ള കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച്, പ്രവർത്തകരെ സംബന്ധിച്ച്, കോൺഗ്രസിന് വോട്ട് ചെയ്തവരെയൊക്കെ സംബന്ധിച്ച് ഒരു പുത്തൻ ഊർജം ഇത് നൽകുമോ? ഒരു മാറ്റത്തിന്റെ സൂചന അദ്ദേഹം നൽകുന്നു. സമൂല മാറ്റമാണ് ലക്ഷ്യമിടുന്നത് എന്ന് വരുന്നു. അത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുന്നത് ഒരു പോസിറ്റീവ് സൈനായാണോ താങ്കൾ കാണുന്നത്? കോൺഗ്രസ്സുകാരെ എന്നതിനേക്കാൾ ഉപരി ഇത് ഗുണപ്പെടുക ഡിവൈഎഫ്ഐക്കാർക്കും ഇടതുപക്ഷത്തിനുമാണ്. കാരണം ഇനി വരാൻ പോകുന്ന മിനിമം 5 വർഷത്തേക്ക് സമരം ചെയ്യേണ്ടത്, ഈ പോലീസിനെ നേരിടേണ്ടത്, അവരുടെ ലാത്തിയെ നേരിടേണ്ടത് ഇടതുപക്ഷക്കാരാണ്, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് മുമ്പിലേക്ക് വരാൻ പോകുന്ന കാക്കിപ്പടയ്ക്ക് അവർ കയറൂരി വിട്ടതുപോലെ ഒരു വേട്ട നായ്ക്കളുടെ സ്വഭാവവും അതിന്റെ രീതിയും വെച്ച് ആക്രോശിച്ചു വരുന്ന ഒരു കൂട്ടമല്ലാതെ കേരളത്തിന്റെ പോലീസിനെ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാര്യം ഞങ്ങൾ പ്രതിപക്ഷത്തെ ബഹുമാനിക്കുകയാണ്, പ്രതിപക്ഷ സംഘടനാ പ്രവർത്തനങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതാ ഇങ്ങനൊരു മൂവ്മെന്റ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. 2, അങ്ങ് ചോദിച്ചതുപോലെ കോൺഗ്രസിന് വോട്ട് ചെയ്തവരും കോൺഗ്രസ് ആയി പ്രവർത്തിച്ചവരും ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലാകെ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം ചെയ്തപ്പോ അതിന് നേരെ കാട്ടാള നീതി നടപ്പിലാക്കിയവരായിരുന്നു പിണറായിയുടെ പോലീസ്. ആ പിണറായിയുടെ പോലീസിനുള്ളിൽ RSSന്റെ സ്ലീപ്പിംഗ് സെൽ ഉണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, CPIയുടെ നേതാവ് ആനി രാജയാണ്. RSS കടന്നുകൂടിയിരിക്കുന്നു CPMനുള്ളിൽ ഇന്ന് വിമർശനം വന്നത് CPMന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ്. അപ്പൊ നോക്കൂ, സംഘവൽക്കരിക്കപ്പെട്ട ഒരു പോലീസ്, ആർക്കും നിയന്ത്രണമില്ലാത്തൊരു പോലീസ്, ആ പോലീസായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ അഴിഞ്ഞാടിയത്. അത് ശബരിമല സമരത്തിൽ നമ്മൾ കണ്ടു. ശബരിമലയുടെ മുകളിൽ വത്സൻ തില്ലങ്കേരി നിയന്ത്രിക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടു. ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തകരെന്ന് മുഖ്യമന്ത്രി തന്നെ ഓമനപ്പേരിട്ട് താലോലിച്ച് വളർത്തി ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ MLA കൂടിയായിട്ടുള്ള AD തോമസ് അടക്കം, അജയ് ജുവൽ കുര്യാക്കോസ് അടക്കമുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന പോലീസിനെ നമ്മൾ കണ്ടു. എന്തിനേറെ പറയുന്നു, കൊല്ലത്ത് ചെടിച്ചട്ടിക്ക് ഡിവൈഎഫ്ഐക്കാർ തലക്കടിക്കുമ്പോൾ അതിന് ഓശാന പാടുന്ന പോലീസിനെ നമ്മൾ കണ്ടതാണ്. അപ്പോ പ്രതിപക്ഷ ബഹുമാനം ലവലേശവും ഇല്ലാതെ നരനായാട്ട് നടത്തുകയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ പോലീസ്. ആ പോലീസിനെ അങ്ങനെ പേ പിടിച്ച ഒരു കടത്തി പറഞ്ഞാൽ ആ പേ പിടിച്ച നായ്ക്കളെ ഒന്നും അങ്ങനെ ഇനി അങ്ങ് തുറന്നു വിടാൻ കേരളത്തിന്റെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല എന്നതിന്റെ ഉദ്ദേശമാണ്, അല്ലെങ്കിൽ അതിന്റെ സൈറനാണ്, വാർണിംഗ് ആണ് ഇന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഈ കേരളത്തിന്റെ ഗവൺമെന്റും നൽകുന്നത്. ഇനി അങ്ങനെയുള്ള പേ പിടിച്ച നായ്ക്കൾ വേണ്ട, തെരുവിൽ അങ്ങനെ ഓടി നടക്കണ്ട. നായ്ക്കൾക്ക് പേ പിടിച്ചാൽ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ അവരെ ചികിത്സ നൽകി സ്റ്റെറിലൈസ് ചെയ്ത് അവരെ നാട്ടിൽ നിന്ന് മാറ്റണം. ആ പണി സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പേ പിടിച്ച പേപ്പട്ടികൾ, ആ പേപ്പട്ടികൾക്ക് വേട്ടയാടാൻ വേണ്ടി ഇട്ടുകൊടുക്കാനുള്ളതല്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും, അത് ഡിവൈഎഫ്ഐക്കാരും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്റെ സഹപ്രവർത്തകൻ ഷാനിബ് അടക്കമുള്ള ഡിവൈഎഫ്ഐക്കാരും കേരളത്തിന്റെ പോലീസിനുള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ കൊള്ളരുതായി ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ രക്തം ചിന്തേണ്ടവരല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിനുള്ള ആക്ഷനാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിൽ ഇടതുപക്ഷം ഞങ്ങളോട് നന്ദി പറയുകയാണ് വേണ്ടത്. ഈ നന്ദി പറഞ്ഞില്ലെങ്കിലും ഞങ്ങളോട് താതാമ്യപ്പെട്ട് ഈ ആക്ഷനുകളിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. കാരണം പോലീസിംഗ് നടപ്പിലാക്കാൻ വേണ്ടി ലാത്തി എടുക്കണമെന്നോ ഫൈബർ ലാത്തിയുടെ ദണ്ട് കൊണ്ട് അടിച്ചാൽ മാത്രമേ പോലീസിംഗ് നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ളതൊക്കെ 90കളിലെയും 80കളിലെയും ആഖ്യാനമാണ്, അല്ലെങ്കിൽ അന്നത്തെ വിഷയമാണ്. നോക്കൂ, ഞാൻ നേരിട്ട് രേണുവിന്റെ കൂടെ ന്യൂസ് 18ന്റെ ക്യാമറമാനെ വിട്ടാൽ ഞാൻ നേരിട്ട് കൊണ്ടുപോകാം. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓരോ ജില്ലയിലും മിനിമം 100-120 പേർ പോലീസ് അട്രോസിറ്റിയുടെ ഭാഗമായി തലയ്ക്ക്, കാലിന്, കണ്ണിന് ഒക്കെ ക്ഷതമേറ്റ എന്റെ സഹപ്രവർത്തകരുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാർ, എന്റെ സഹപ്രവർത്തകർ. ഞാൻ നേരിട്ട് കാണിക്കാം, ചൂണ്ടി കൈ തൊട്ട് കാണിച്ചു തരാം. ആലപ്പുഴയിൽ ഈ തലക്കടിയേറ്റ AD തോമസ് ഇന്ന് MLA ആണ്. മൂവാറ്റുപുഴയിൽ എന്റെ ഒരു സഹപ്രവർത്തകന്റെ കണ്ണ് അറിയാമോ? തിരുവനന്തപുരത്ത് മൈക്കിൾ അടക്കമുള്ളവർ, ഈ അംഗവൈകല്യം ബാധിച്ചവർ, ഈ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരെയൊക്കെ പോലീസ് എങ്ങനെയാ കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ കണ്ടില്ലേ? എറണാകുളത്ത് ലേഡി ആയതുകൊണ്ട് എന്റെ ഒരു വനിതാ സഹപ്രവർത്തക അവര് ജീൻസും പാന്റും ഇട്ടുകൊണ്ട് വന്നു. പുരുഷ പോലീസാണ് കൈകാര്യം ചെയ്തത്. അന്ന് അവിടുത്തെ SP ചോദിച്ചെന്താണെന്ന് അറിയുമോ? പെണ്ണാണെന്ന് എങ്ങനെ തിരിച്ചറിയും? ഏത്
പാന്റും ഷർട്ടും ഇടാൻ പാടില്ല പെണ്ണിന് എന്നുള്ളതായിരുന്നു അന്നത്തെ പോലീസിന്റെ നയം. ആ നയം ഇനി വേണ്ട. അങ്ങനെയുള്ള പേക്കൂത്തുകൾ ഇനി പോലീസിനുള്ളിൽ വേണ്ട എന്നുള്ളത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അത് കേരളത്തിലെ ജനതയുടെ തീരുമാനമാണ്. അതുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ശരി, ശ്രീ സക്കറിയ ജോർജ്, നോക്കൂ, ഇവിടിപ്പോ UDF സർക്കാരുകളുടെ കാലമെടുത്താലും LDF സർക്കാരുകളുടെ കാലമെടുത്താലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇതുപോലെയുള്ള പോലീസ് അട്രോസിറ്റീസിന്റെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറ്റം വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ജനമൈത്രി പോലീസ് നിലവിൽ വരുന്നത്. പക്ഷേ പിന്നീടും ചൂണ്ടിക്കാണിക്കാൻ പോലീസ് അതിക്രമങ്ങളുടെ നിരവധി അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലം എടുത്താൽ മാവോയിസ്റ്റ് വേട്ട മുതൽ ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. അവിടെ നിന്ന് ഒരു മാറ്റം വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മാറ്റത്തിൻ്റെ സൂചനകൾ ഇന്ന് ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. സർക്കാർ നയപരമായി അത്തരമൊരു തീരുമാനമെടുത്താൽ പോലീസ് നന്നാവും എന്ന വിശ്വാസം താങ്കളെ സംബന്ധിച്ചുണ്ടോ? ശ്രീ സക്കറിയ ജോർജ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാമോ? ഇല്ല, കേൾക്കാൻ പറ്റുന്നില്ല. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ AK ഷാനിബ്, ഇപ്പോൾ പോലീസ് നന്നാകുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് മാത്രം വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. ഇപ്പോൾ DYFIക്കാരുടെ കാര്യം വസന്ത് ചൂണ്ടിക്കാട്ടി. അങ്ങനെ മാത്രവുമല്ല, ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഒരു പ്രശ്നത്തിൽ ഭയമേതുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ എത്തുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.